നമസ്കാരം. മാത്യു കുഴൽനാടനെതിരെ ഒരു ഒന്നൊന്നര കമന്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട്. കാരണം കേരള രാഷ്ട്രീയത്തിൽ ഞാൻ വെറും ഒരു ക്ണയാണ്. അതായത് നാട്ടുകാർക്ക് തന്നെ മനസ്സിലായി പ്രവൃത്തി കൊണ്ട് അടിമുടി ഉടായ്പാണെന്നും ഭൂമാഫിയാണെന്നും പരീക്ഷാ തട്ടിപ്പുകാരനാണെന്നും എല്ലാം തെളിയിച്ചതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ തന്ത്രപരമായി കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്, എന്തിന് ഏതിന് പിണറായി വിജയനെ വിമർശിച്ചാൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കിടയിൽ എനിക്ക് വലിയ മൈലേജ് കിട്ടും, എനിക്ക് അതിലൂടെ സ്കോർ ചെയ്യാം, കേരള രാഷ്ട്രീയത്തിൽ പിണറായി എന്ന ബ്രാൻഡിനെ വിമർശിച്ചുകൊണ്ട് എനിക്ക് എന്റേതായ ഇടം കണ്ടെത്താം എന്നുള്ളതിലേക്ക് എന്തിന് ഏതിന് പിണറായി. അങ്ങനെ ഇന്നിപ്പോ അംബേദ്കർ വിഷയത്തിൽ പിണറായി വിജയൻ പ്രതികരിച്ചില്ലത്രേ. അതിന് അദ്ദേഹത്തിന് അമിത്ഷായെ പേടിയാണെന്നൊരു ഇറക്കി. ആ ഇറക്കിയത് റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു: അംബേദ്കറെ ഇതുപോലെ ആരും ആക്ഷേപിച്ചിട്ടില്ല. അമിത്ഷായ്ക്കെതിരെ പ്രതികരിക്കാൻ പിണറായി വിജയന് പേടിയാണ്. മാത്യു കുഴൽനാടൻ പേരൊക്കെ വെച്ച് വരെയാണല്ലോ. കാര്യം പിണറായി വിജയനെതിരെ പറഞ്ഞപ്പോ ഞാൻ സ്റ്റാർ ആയല്ലോ. പിണറായി വിജയനെതിരെ പഞ്ച് ഡയലോഗ് അടിച്ച് കോൺഗ്രസ്സുകാർക്കിടയിൽ ഞാൻ ആവേശഭരിതനായല്ലോ. അതിന്റെ താഴെയാണ് ലൈജു സാമുൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു കമന്റ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റായി മാറിയിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ കമന്റ് ഇങ്ങനെയാണ്: സ്വന്തം ഭാര്യ പ്രസവിച്ചാലും പിണറായി വിജയനാണെന്ന് പറയുന്ന ഒരു വാണമാണ് കുഴലപ്പം. ഇത്രയും പിണറായി ഒബ്സസ്ഡ് ആയ ഒരു നേതാവ് വേറെ കാണില്ല. കൃത്യമാണ്. അതായത് എന്തിന് ഏതിനും പിണറായി എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് അത് കേട്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ആ ഒരു ട്രിക്ക് മനസ്സിലാക്കിയാണ്. കാര്യം ഭൂമാഫിയാണ്, കയ്യോടെ പിടിക്കപ്പെട്ടതാണ്. ഇടുക്കിയിൽ അദ്ദേഹത്തിന്റെ കയ്യേറ്റ ഭൂമിയുടെ കാര്യവും അത് ഞാൻ അറിഞ്ഞില്ല, 50 സെന്റ് അധികമായി വെട്ടിപ്പിടിച്ചതിനൊക്കെ കയ്യോടെ പിടിച്ച ഒരു തട്ടിപ്പുകാരനാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. പിന്നെ പിണറായിക്കെതിരെ സംസാരിച്ചാൽ മൈലേജ് കിട്ടുമെന്നുള്ള ഒറ്റ കാരണവും CPM-നെതിരെ ശബ്ദമുയർത്തിയാൽ കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയം പ്രത്യേക സ്പേസ് കൊടുക്കും, ഏതൊരു അലവലാതിക്കും. അങ്ങനെ ഒരു കപടനാണ് പിണറായിയുടെ പേര് വിറ്റ് ജീവിക്കുന്ന ഈ മഹാൻ. അങ്ങനെ തന്റെ രാഷ്ട്രീയത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്തിനു ഏതിനു പിണറായിയെ പറയുന്ന വ്യക്തിക്ക് ഇതല്ലാതെ എന്താണ് നാട്ടുകാർ മറുപടി പറയേണ്ടത്? കേൾക്കുകയല്ലേ. സ്ഥിരം ഇങ്ങനെ ഒരു കപടൻ, എല്ലാ കാര്യത്തിലും ഉടായ്പാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞ കയ്യോടെ പിടിച്ച വിജിലൻസ് കേസിൽ ഇദ്ദേഹം പ്രതിയായിരിക്കുന്ന ഒരു വ്യക്തി മഹാനായിട്ട് ഒരാളെ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിമർശിക്കുന്ന ആൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കേസിൽ FIR എങ്കിലും ഉണ്ടായിരിക്കണം. 4 FIR എങ്ങാണ്ടുള്ള ഈ മഹാൻ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നാട്ടുകാർക്ക് തോന്നില്ല ഇനി സ്വന്തം ഭാര്യ പ്രസവിച്ചാൽ അതിന് ഉത്തരവാദി പിണറായിയാണ് ഈ വിഷയത്തിലെ എല്ലാത്തിനും ഉത്തരവാദി, കാര്യം ഭാര്യ പ്രസവിച്ചു എന്ന് പറയുന്ന മനോനിലയിലേക്ക് ഇദ്ദേഹം എത്തിയെന്ന് നാട്ടുകാർക്ക് തോന്നിയെങ്കിൽ കുറ്റം പറയാൻ പറ്റൂ? അവരത് തുറന്നു പറയുന്നേ. പണ്ടത്തെ കാലമല്ലല്ലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാരെല്ലാം ഓഡിറ്റബിൾ ആണ്, സ്ക്രീൻ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ ഏത് വിഷയത്തിലും കോൺഗ്രസിലെ ഒരു നേതാവ് പറഞ്ഞാലും വാർത്തയല്ല. പിണറായി വിജയനെതിരെ സംസാരിച്ചാൽ ഉടനടി അത് വലിയ വാർത്തയാവും, വലിയ ബ്രേക്കിംഗ് ആവും, എനിക്ക് വലിയ മൈലേജ് കിട്ടുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പേര് ഉപയോഗപ്പെടുത്തി കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനകത്ത് വലിയ ഒരു ഫാൻ ഫോളോവേഴ്സിനെ സൃഷ്ടിക്കാൻ വേണ്ടിയും സംഘപരിവാറുകാർക്ക് വലിയ സ്വീകാര്യനാകാൻ ശ്രമിക്കുന്ന ഒരു പെൺ സ്വപ്ന സുരേഷ് ആയിട്ടുള്ള വ്യക്തി ഇന്നിപ്പോ മൈലേജിന് വേണ്ടി അടിച്ച ഡയലോഗിന് നാട്ടുകാർ കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര മറുപടിയാണെന്ന് പറയേണ്ടി വരികയാണ്. കാര്യം വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചാലും അത് പിണറായി ആണെന്ന് പറയുന്ന മാനസിക അവസ്ഥയിലേക്ക് കേരളത്തിലെ മാത്യു കുഴലപ്പ് എത്തി എന്നതിനെ സംബന്ധിച്ച് നാട്ടുകാർക്ക് കൂടി തിരിച്ചറിവുണ്ടായിരിക്കുന്നു എന്ന് ആ ഒരൊറ്റ കമന്റ് തെളിയിക്കുകയാണ്. ഇനിയിപ്പോ ഒരു കമന്റ് ആയിട്ട് വന്നു എന്ന് കരുതിക്കൊണ്ട് അത് അങ്ങനെയാണെന്നൊന്നും പറഞ്ഞു കളയല്ലേ. നാട്ടിൽ വലിയ നാണക്കേടാവുമെന്ന് മാത്രമേ കുഴലപ്പത്തോട് പറയാനുള്ളൂ. ആദ്യം സ്വന്തം മുഖം നന്നാക്കണം. കാര്യം എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്വന്തമായിട്ട് നിലപാടോ അഭിപ്രായവും ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാം. മറ്റൊരു കാര്യത്തിലും അഭിപ്രായമില്ല. ഇങ്ങനെ ആക്കിയ ഒരു ഷോയിൽ വരുന്നതിനപ്പുറം ഒരു എക്സിക്യൂട്ടീവ് മണ്ടനാണെന്ന് ആവർത്തിച്ച് പറയാൻ പറ്റുന്ന കോൺഗ്രസ്സുകാർക്ക് ഈ കുതിര ഇല്ലാത്തടത്ത് കഴുത രാജാവ് എന്ന് പറയും പോലെ ഒരു കഴുതയെ കൊണ്ടു നടന്ന് അവര് രാജാവായിട്ട് കൊണ്ട് നടക്കുന്നതിനപ്പുറം വെറും മരപ്പാഴാണ് സ്വന്തം പ്രൊഫഷണൽ മേഖലയിൽ നിന്ന്, അദ്ദേഹത്തിന്റെ അഭിഭാഷക മേഖലയിൽ നിന്നുള്ള പല കേസുകളിലൂടെ തെളിയിക്കപ്പെട്ടതാണ്. അദ്ദേഹം കൊടുത്ത ഹർജികളെല്ലാം പൊളിഞ്ഞു പാളീസായ പശ്ചാത്തലത്തിൽ ഇപ്പോ ഏക വഴി എന്ന് പറഞ്ഞാൽ എന്ത് വിഷയം ഉണ്ടെങ്കിലും പിണറായി ഇത് പറയുകയാണ്. ആ പറച്ചിലാണ് ഇങ്ങനെ ഒരു മറുപടി ഇപ്പോ സോഷ്യൽ മീഡിയ കൊടുത്തിരിക്കുന്നത്. അത് ഉരുളയ്ക്കുപ്പേരി പോലെയുള്ള മറുപടിയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.